ഇക്കാൻ്റെ തോട്ടത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. വഴിയിൽ നിന്ന് ഇക്കാൻ്റെ മോന് കറാട്ട ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. ഓനും കൂടി പിക്ക് ചെയ്തിട്ടാണ് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കിയാലോ അല്ലെങ്കിലോ ആർക്കെങ്കിലൊക്കെ മൂഡ് ഔട്ട് തോന്നിയാലോ നേരെ പോകൽ ഈ സ്പോട്ടിലേക്കാണ്. അവിടെ പോയി കുറച്ച് പ്രകൃതിയുമായി ഇണങ്ങിയിരിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറാറുണ്ട് കേട്ടോ. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡടിയും കഥ പറച്ചിലും കളികളും ഒക്കെ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ പിന്നെ ഞങ്ങൾ പഴയ മൂഡിലേക്ക് തന്നെ തിരിച്ചെത്തും. ഇതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മോളുടെ ഡയലോഗാണേ, വീഡിയോ വേണമെങ്കിൽ പിന്നെ എടുക്കാം, ഉമ്മാൻ്റെ മകള് പോയാൽ പിന്നെ വേറെ മകള് കിട്ടില്ല പറയണത്. ഒരു കയ്യിൽ ക്യാമറയാണെങ്കിലും മറ്റൊരു കൈ അവളുടെ അടുത്ത് തന്നെയാണ്, എന്നിട്ടാണ് ഈ ഡയലോഗ് അടി. പിന്നെ ഈ തോട്ടത്തിൽ തന്നെ വലിയൊരു കൊക്കറിനുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല. എങ്ങാനും അകത്ത് പോയാൽ പിന്നെ വീഡിയോ എടുക്കേണ്ട പൂതി മാറും എന്നുള്ളത് എനിക്കറിയാം. നാത്തൂൻ്റെ വക ഒരു ചായയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, നല്ല ഏലക്കൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സൈലൻസും നല്ല കാറ്റും ഈ ഒരു പ്രൈവസിയൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുട്ടികളുടെ ഒരുപാട് കളികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. രാത്രിയായിട്ടോ ഞങ്ങൾ തിരിച്ചെത്താൻ വീട്ടിലെത്തിയതും ഉമ്മ ബിരിയാണി ആക്കി തന്നിട്ടുണ്ടായിരുന്നു. നാളെ സ്കൂളിലേക്കും കൂടിയാണെന്ന് പണ്ട് തന്നതാണ്, പക്ഷേ വീടെത്തിയതും എല്ലാം കാലിയായി.